യെസ്, കെ വി ആർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ രാഹുൽ ലോക്സഭയിലേക്ക് വന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കന്നിപ്രസംഗം അത് ഗംഭീരമാക്കാനുള്ള ശ്രമമൊക്കെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവസാനം കലം കൊണ്ട് ഉടച്ചു. അങ്ങനെയല്ലേ വന്നത് അല്ലേ? ആ കാര്യത്തിൽ അങ്ങയുടെ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ലഭിച്ച ഒരവസരം. അതെ, ആ അവസരത്തിൽ കഴിഞ്ഞ 17ാം ലോകസഭയിലെ കോൺഗ്രസ് നേതാവായിരുന്ന അതിരഞ്ജൻ ചൗധരിയുടെ നിലവാരം മതി എനിക്ക് എന്ന് രാഹുൽ തീരുമാനിച്ചെങ്കിൽ ആർക്കാണ് എതിര് പറയാൻ കഴിയുക? ഞാൻ കേട്ടതുകൊണ്ട് പറയുകയാണ്. ആ മനീഷ് തിവാരിയുടെ പ്രസംഗം കോൺഗ്രസ്സുകാരനാണ്. വസന്ത്, ഞാൻ വേറെ ആരെയല്ല കോട്ട് ചെയ്യുന്നു. കോൺഗ്രസ്സുകാരനായ മനീഷ് തിവാരിയുടെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലും സഭാ റെക്കോർഡുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സുഷമാ സ്വരാജിൻ്റെയും അരുൺ ജെയ്റ്റ്ലിയുടെയും ജ്യോതിർമയി ബാസുവിൻ്റെയും ലാൽകൃഷ്ണ അഡ്വാനിയുടെയും അടൽ ബിഹാരി വാജ്പേയിയുടെയും ഒക്കെ പ്രതിപക്ഷത്തിരുന്ന കാലത്തെ പ്രസംഗം ഒന്ന് കേട്ട് അവരുടെ പെരുമാറ്റ രീതി പഠിച്ചിരുന്നുവെങ്കിൽ അതാണ് രാഹുലിനെയും അടുത്ത കാലത്ത് ചെയ്യേണ്ടത്. പ്രതിപക്ഷം എങ്ങനെയാണ് പെരുമാറേണ്ടത് പഠിക്കും. ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. സംസാര ഭാഷ മാറ്റിവെക്ക്. ആ ശരീരഭാഷ എത്ര അരോചകമായിരുന്നു. ജനാധിപത്യ ലോകത്തോടും ഭാരതത്തോടുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇന്നലെ ആ ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് അവിടെ വന്ന് രാഹുൽ ഗാന്ധി കാണിച്ച ആ ശരീരഭാഷയുടെ വൈകൃതം. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. അത് സുജിത്ത് പറഞ്ഞതുപോലെ ഇനി ഇത് അഭയമുദ്രയാണെന്ന് രാഹുൽ പറഞ്ഞ് അങ്ങോട്ട് അംഗീകരിക്കാമെന്ന് വിചാരിച്ചോളൂ. അതിന് ഇന്നലെ ഇവർ പറഞ്ഞു, അതൊരു രാജസ്ഥാനിലെ ഒരു സുബി വിഭാഗത്തിൻ്റെ അതിൻ്റെ അധ്യക്ഷനായ ഒരു സുഫി സന്യാസി, അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഇസ്ലാമിന് അങ്ങനെ ഒരു സങ്കല്പമില്ല. ശ്രീജി കൃത്യമായി പറഞ്ഞു, അഭയമുദ്രയുമായി ഇതിന് ഈ ഒരു സമുദായത്തിനും, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഇസ്ലാമിനാണെങ്കിലും ഒന്നും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഫോർ ആർഗ്യുമെൻറ്റ് സേക്ക് രാഹുലിനൊന്ന് കൺസീഡ് ചെയ്യാം. ഇത് അഭയമുദ്രയാണെന്ന് വിചാരിച്ചു. ഇത് മതങ്ങളുമായി ബന്ധപ്പെട്ട ചിഹ്നമാണെന്ന് രാഹുൽ പറഞ്ഞതിൽ രാഹുൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ രാഹുൽ ആദ്യം ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ട് ഇതൊരു മതചിഹ്നമായതുകൊണ്ട്, മതവുമായിട്ട് ബന്ധപ്പെട്ട ചിഹ്നമായതുകൊണ്ട് ഞങ്ങൾക്കിനിയും ഈ ചിഹ്നം വേണ്ട, വേറെ ചിഹ്നം വേണമെന്ന് പറയുന്നതല്ലേ അതിൻ്റെ മര്യാദ. അതുമാത്രമല്ല, ഇനിയും ഇക്കാര്യത്തിനകത്ത് ശ്രീജിത്ത് സൂചിപ്പിച്ചു, സംവരണത്തിൻ്റെയും ഭരണഘടനയുടെയും പേരിൽ ഒരു വലിയ കള്ളം സൃഷ്ടിക്കാൻ ശ്രമിച്ചെടുത്ത് ഇന്ന് നരേന്ദ്രമോദി കൃത്യമായി മറുപടി കൊടുത്തു. ജവഹർലാൽ നെഹ്റു സംവരണത്തിന് എങ്ങനെയായിരുന്നു എതിര്? ഇന്ദിരാഗാന്ധി, അതായത് അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്ത്, ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ മാറ്റിവെച്ചത്, രാജീവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നീണ്ട പ്രഭാഷണം ലോകസഭയിൽ നടത്തിയത് 1989 സംവരണത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായി പറഞ്ഞു വന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അത് എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വരുന്നതിന് ഇടവരാത്ത തരത്തിൽ ഇടപെട്ട് പരാജയപ്പെടുത്തിയതെന്നും അതിനുശേഷം ലോകസഭയിലേക്ക് കയറാതിരിക്കുന്നതിന് പരാജയപ്പെടുത്തി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നിട്ട് ഈ പരാജയങ്ങളെയൊക്കെ ആഘോഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മോദിജി ഒന്നുകൂടി പറഞ്ഞു ബാബു ജഗജ്ജീവൻ റാമിനോട് ചെയ്ത കാര്യം. ജഗജ്ജീവൻ റാമിന് ലഭിക്കുമായിരുന്ന ആ ജനതാ പാർട്ടി ഗവൺമെൻറ്റിന് ശേഷം ചരൺ സിംഗും വന്നതിന് ശേഷം കിട്ടുമായിരുന്ന ഒരു അവസരത്തെ ഇല്ലാതാക്കിയപ്പം ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ആ ഭരണാധികാരി 971 യുദ്ധം ഭാരതത്തിന് വേണ്ടി വിജയിപ്പിച്ച പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഏക് ചമാർ കബി ഇസ് കംബക് മുൽക്ക് മേ കബി ബി ഏക് ചമാർ ഭാരത് കി പ്രധാനമന്ത്രി നഹീ ബൻ സക്ത. ഈ നശിക്കപ്പെട്ട
രാജ്യത്ത് ഒരിക്കലും ഒരു ചമാറിന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന് ഇന്ദിരയുടെ ആ വാക്കുകൾ പ്രവൃത്തിയെ കോട്ട് ചെയ്തിട്ട് അന്ന് ബാബു ജഗജീവൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു, ഭേദഗതി ചെയ്യാൻ സംവരണം ഇല്ലാതാക്കുന്നു എന്ന് കള്ളത്തരം പറഞ്ഞു. 1,00,000 രൂപ വീതം 8,500 വീതം ഘടാഘട്ട് ഓരോ വീട്ടിലേക്ക് എത്തുന്ന കള്ളം പറഞ്ഞു. ഈ കള്ളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയമുണ്ടാക്കിയെങ്കിലും, നേരിയ വിജയമുണ്ടാക്കിയെങ്കിലും ഭാരതത്തിലെ ജനത രാഹുൽ ഗാന്ധിയോട് എന്താണ് പറഞ്ഞതെന്ന്, എന്ത് സൂചനയാണ് കൊടുത്തതെന്ന് നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞു. ഏ കാം തുംസെ നഹി ഹോ സക്താ ഹൈ, ഈ പണിയും നിങ്ങളെ കൊണ്ട് പറ്റില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ പോലും ശ്രദ്ധേയമായ ഒരു സംഭാവന ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പം മുഖം കുനിച്ച് ഇന്നലെ കാണിച്ച ആ ചാവല്യത്തോടുകൂടി, ബാലചാവല്യം എന്ന് മാത്രം ഞാൻ പറയുന്നു, അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല, തല കുനിച്ചിരിക്കുകയാണ്. അത് കേട്ടും അഖിലേഷ് യാദവും മറ്റും ചിരിക്കുകയായിരുന്നു. കൂടെ ഒന്നുകൂടി ഓർക്കണം, ഇവിടെ കൃത്യമായിട്ടും ഈ അവസരം ലഭിച്ചപ്പം നമ്മൾ വ്യക്തമായ ഓർമ്മയുണ്ടാവേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാക്കന്മാർ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ്. നിങ്ങൾ ഈ കൈപ്പത്തി അഭയമുദ്രയാണെന്ന് പറയുമ്പം അടൽ ബിഹാരി വാജ്പേയി ഒരു കാലത്ത് പറഞ്ഞു, ഇത് രക്തം പുരണ്ട കൈകളാണെന്ന് പറഞ്ഞു. അന്ന് ഇന്ദിര മറുപടി പറഞ്ഞില്ല, ഇല്ല ഇത് അഭയമുദ്രയാണെന്ന് ഇന്ദിര പറഞ്ഞില്ല. ഇന്ദിരയ്ക്ക് അറിയാമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തത്തിൻ്റെ അടയാളമുള്ള, മഹാത്മാഗാന്ധിയുടെ രക്തത്തിൻ്റെ അടയാളമുള്ള, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ, LN മിശ്രയുടെ രക്തത്തിൻ്റെ അടയാളമുള്ള ആ കൈപ്പത്തിക്ക് ഒരിക്കലും അഭയമുദ്രയാകാൻ കഴിയില്ല എന്ന്. അവസാനം ഒരു കാര്യം ചോദിക്കാം. ഇന്നലെ വിഷമം തോന്നിയൊരു കാര്യമുണ്ടായി. അത് മഹുവ മൈത്രയുടെ പ്രസംഗത്തിനിടയ്ക്കാണ്. രാഹുൽ എഴുന്നേറ്റ് പോവുകയാണ്. ഒരു സാമാന്യ രാഹുൽ ബൈഠോ, രാഹുൽ ഇരിക്കുക ആവശ്യപ്പെടുന്നു. മഹുവ പറയുന്നുണ്ട്, കഴിഞ്ഞ 2 കൊല്ലം കൂടി എനിക്ക് എന്തെല്ലാം നഷ്ടമായി, എൻ്റെ അംഗത്വം പോയി, പല നഷ്ടങ്ങളിലും കൂടി എൻ്റെ ഗർഭപാത്രം വരെ പോയി, എനിക്കിപ്പോൾ പേടിയില്ലെന്ന്. എന്താണ് ഗർഭപാത്രം പോയതിനു ശേഷം പേടിയില്ലാതായതെന്ന് എനിക്കറിയില്ല. എങ്കിലും രാഹുലിനോട് പറഞ്ഞു, ഒന്ന് ഇരുന്നിട്ട് പോകൂ, ജാത്തെ ജാത്തെ ഏ ബതായേ ഹം ബൈഠേങ്കെ കിസ്കേ ലിയേ എന്ന് ഹിന്ദിയിൽ പാട്ടുള്ളതുപോലെ ഞാനിനി ആർക്ക് വേണ്ടിയാണ് പ്രഭാഷണം ചെയ്യേണ്ടതെന്ന് മഹുവ മൈത്ര പോലും മനസ്സിൽ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയ രാഹുലിന് നരേന്ദ്രമോദിയെ മറക്കൂ. പ്രതിപക്ഷത്ത് കൂടെ നിൽക്കുന്നവരെ ബഹുമാനിക്കുവാനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ചർച്ച, ഈ നയപ്രഖ്യാപനത്തിന് മേലിലുള്ള നന്ദിപ്രമേയ ചർച്ച 21 മണിക്കൂറിൽ നിന്ന് 3-2 വെട്ടിക്കുറച്ച് മണിപ്പൂരിൻ്റെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത സമയം ഇല്ലാതാക്കിയ ആ രാഹുലിൻ്റെ ഫ്ലോർ മാനേജ്മെൻറ്റ്, ലോകസഭയിലെ ഫ്ലോർ മാനേജ്മെൻറ്റിൻ്റെ കഴിവാണ് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ ഈ റോളിലെങ്കിലും വരുന്ന 5 കൊല്ലങ്ങൾ ഇരുത്തിയില്ലെങ്കിൽ ഇന്നൊരു കാര്യം ഓം പ്രകാശ് ബിർള പറഞ്ഞു, സ്പീക്കർ, നിങ്ങൾ ഈ കാണിക്കുന്ന തെറ്റാണ്. നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് 1.5 മണിക്കൂർ തന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമ്പം മുദ്രാവാക്യം വിളിച്ച് തടസ്സപ്പെടുത്തിയ അഹങ്കാരത്തിൻ്റെ പെരുമാറ്റ രീതി അനുവദിക്കാൻ പാടില്ല. അടുത്ത 5 കൊല്ലവും ഇങ്ങനെ കഴിയാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അവരുടെ വ്യക്തമായ സന്ദേശം ലോകസഭയുടെ അധ്യക്ഷനും ലോകസഭയുടെ നേതാവും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് പഠിച്ച് മനസ്സിലാക്കി സ്വയം തിരുത്താൻ, ഇമ്പ്രൂവ് ചെയ്യാൻ, നന്നായി പെരുമാറാൻ, നന്നായി സംസാരിക്കാൻ, ജനങ്ങളുടെ വിഷയങ്ങളെ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഒരു BJP-ക്കാരൻ പോലുമല്ല, ജ്യോതിർമയി ബാസുവിനെ, CPM-ന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ ജ്യോതിർമയി ബാസുവിൻ്റെ രീതിയെങ്കിലും
പിന്തുടരുവാൻ തയ്യാറാവുകയാണെങ്കിൽ യെസ് രാഹുലിനൊരു ഭാവിയുണ്ട്, ജനാധിപത്യത്തിന് ഒരു പ്രതീക്ഷയുമുണ്ട്.